റെസ്പോൺസ് കഴിഞ്ഞപ്പോൾ സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മാത്രം മതി. എങ്ങനെ സൗഖ്യമാക്കണമെന്ന് യേശുവിനെ പഠിപ്പിക്കല്ലേ. അവിടെ പ്രശ്നം. ഫ്രെയിം വർക്ക് God is not expecting from you. Rather, He simply seeks your intention. ഉടനെ ഈ പുള്ളി പറയുക, കുറേ 6 മാസം കൂടുമ്പോഴോ വർഷത്തിൽ ഒരിക്കലോ ഒരു ദൂതം വരുമായിരുന്നു, ഇവിടെ എപ്പോഴും കലക്കുമായിരുന്നു. കലക്കാൻ വെള്ള ദൂതന്മാരുണ്ട്. കലക്കുമായിരുന്നു. ഈ കലക്ക് കഴിഞ്ഞ സമയത്ത് എന്നെ നിലവിലെ ബോർഡ് എന്നെ പിടിച്ചകത്തോട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സൗഖ്യമാകാൻ പറ്റിയില്ല. ഇതൊക്കെയാ പറയുന്നത്. ഓർത്ത് നോക്കി. ഇവിടെ തമ്പുരാൻ ചോദിക്കുന്നത് എൻ്റെ ഇന്റൻഷൻ എന്താ? ഫ്രെയിം വർക്ക് ഞാൻ സെറ്റ് ചെയ്തോളാം. Are you still expecting an angel when Jesus is with you? You got my question right. It's a pathetic situation where Jesus is in my side, along with my side, and I'm still expecting an angel to come. It's past. ഇന്നലകളിൽ ഒരു ദൂതൻ വേണമായിരുന്നു. പക്ഷെ പ്രശ്നം ഞാൻ പറയാം, ദൂതന് കണ്ടീഷണൽ ഹീലിംഗേ പറ്റൂ. ഹലോ ദൂതന് കണ്ടീഷണൽ ഹീലിംഗേ പറ്റൂ. കലക്കിത്തരും, വേണം ഇറങ്ങിക്കോണം. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ആരാധനാ നായകൻ, he is beyond all the conditions. എബ്രായ ലേഖകൻ പറഞ്ഞതുപോലെ സകല ദൂതന്മാരെക്കാളും വലിയൊരു ക്രിസ്തു. Come on, put your hands together. We are worshiping someone who is almighty. Oh, Rabalagadanaga Shagal Kamanagadagadiadana, seated in a throne beyond all the angels. Rabalahadana Hasakamania. Ralaboko Satini Alam Sigariadiana. Ratoni Hashikimi Atana Hasiadana. Oh, ശിഷ്യന്മാരുടെ അടുക്കൽ സൗഖ്യമാക്കാൻ ചന്ദ്രരോഗം ബാധിച്ച ഒരുവനെ കൊണ്ട് വന്നു. But his disciples were helpless. They couldn't heal him. അല്ലേ? പക്ഷെ യേശുവിന്റെ അടുക്കലേക്ക് പൊക്കിയെടുത്തുകൊണ്ട് ചെന്നു. Lord, I brought my generation to your disciples, but they were helpless. They couldn't heal my son. യേശു എന്താ പറഞ്ഞേ? എടാ, ശിഷ്യന്മാർക്ക് പറ്റിയില്ലേ, അന്നാ ഞാനും മാറ്റാമെന്നല്ല. എന്റെ പ്രസംഗത്തിന്റെ പ്രമേയം ക്രിസ്തു. അവന്റെ പ്രത്യേകത ശിഷ്യന്മാർ തോറ്റെടുത്തും നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന. Hello church, you should not expect an angel to come. Rather, we have a person, the Son of God, who is beyond all the thrones and dominions. Oh Jesus. വാക്കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, നിങ്ങൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ ദൂതന്മാരെക്കാൾ വലിയവൻ, ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി എന്നൊരു പദം കിടക്കുന്നു. ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി. അത് ആക്ച്വലി ട്രാൻസ്ലേഷൻ്റെ പ്രശ്നം. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എൻ്റെ ചിന്തകളെല്ലാം ക്രിസ്റ്റോളജിക്കൽ തോട്ട്സാണ്. അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ എന്നറിയാമോ? താഴ്ത്തിയത്, അല്പസമയത്തേക്ക് താഴ്ത്തിയത്. കിട്ടിയോ? അത് അല്പസമയത്തേക്ക് താഴ്ച ഭവിച്ചവനായി കാണുന്നു. അല്പസമയത്തേക്ക് താഴ്ച ഭവിച്ചവനായി. ദൂതന്മാരുടെ മുകളിലിരുന്നവൻ അല്പസമയത്തേക്ക് താഴ്ച ഭവിച്ചു. എങ്ങനെ? എന്നെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്താൻ. To raise me from the captivity of hell and to place me over the dominions in the heaven. എന്റെ കൂടെ ഉണ്ടോ? താഴ്ന്ന എന്നെ പിടിച്ചുയർച്ചയിലിരുത്താൻ ഉയർന്നിരുന്ന യേശു താഴ്ച ഭവിച്ചവനായി. ആ പ്രോസസ്സാണ് ക്രൂസിഫിക്ഷൻ. ആ
ആ പ്രോസസ്സിൻ്റെ ഓർമ്മയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന തിരുമേശ. എല്ലാ കണ്ണും ദൈവസന്നിധി അടയട്ടെ. I have 2 more minutes. എല്ലാ കണ്ണും ദൈവസന്നിധി അടയട്ടെ. ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധി നടക്കാൻ കഴിയുമോ? Are you still waiting for an angel? Here we have none other than the Son of God, Jesus Christ, who came all the way from the heaven, left all the respects and honor he had, being the Son of God, and he came all the way down to the earth just to uplift me from the captivity and to place me and seat me in the thrones. കർത്താവിടൊന്ന് പറയാമോ? ദാരിദാ കൃഷ്ണമേൽ